മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച VBG റാംജി ബിൽ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ഡിസംബറിൽ നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ പഴയ തൊഴിലുറപ്പ് പദ്ധതി തുടരുകയാണ്. പുതിയ പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ദിനങ്ങൾ നിലവിൽ 100-ൽ നിന്ന് 125 ഉയർത്തുകയും കൂലി വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുതിയ സംവിധാനത്തിൽ തൊഴിലാളികൾക്ക് രാജ്യത്തെ ഏത് ഭാഗത്തിരുന്നും ഓൺലൈൻ പോർട്ടൽ വഴി തൊഴിൽ ആവശ്യപ്പെടാൻ സാധിക്കും. പ്രത്യേകിച്ച് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇത് വലിയ സൗകര്യമായി മാറും. ഉദാഹരണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി കുറച്ചു കാലത്തേക്ക് ജോലി നേടാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. തൊഴിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള GPS അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണ സംവിധാനം നടപ്പാക്കും. ഇതിലൂടെ കൃത്രിമമായി ജോലി കാണിച്ച പണം കൈപ്പറ്റുന്ന പ്രവണത നിയന്ത്രിക്കാമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. പദ്ധതിയുടെ പേരിൽ നിന്നും ഗാന്ധിജിയെ ഒഴിവാക്കിയതും കേന്ദ്ര വിഹിതം 90% നിന്ന് 60% കുറച്ചതും നേരത്തെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന കൂലിയും നൽകുന്നതിലൂടെ എതിർപ്പുകൾ ശമിപ്പിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട 2 വിജ്ഞാപനങ്ങൾ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒന്നിൽ പദ്ധതി ആരംഭിക്കുന്ന തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങളും മറ്റൊന്നിൽ നടപ്പാക്കൽ മാർഗരേഖകളും ഉണ്ടായിരിക്കും. ഈ വർഷത്തെ ബജറ്റിൽ VBG റാംജിക്ക് 95,000 കോടി രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്ക് 30,000 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വരും കാലത്ത് മുഴുവൻ ഫണ്ടും പുതിയ പദ്ധതിയിലേക്ക് മാറ്റി നിലവിലെ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാനാണ് സാധ്യത.